സിനിമാ മേഖലയിൽ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും കൊഞ്ഞാണ മനസ്സുള്ള കുറെ എണ്ണം ഉണ്ട് ഇതിൽ. അത് സത്യം തന്നെയാണ്. അത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിന്റെ ഉടമകളാണ് അവര്. അത് മാത്രമല്ല ഈഗോയും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്. സജിന് അറിയാൻ കാര്യങ്ങൾ, സജിനും ഞാനും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്, ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പെട്ടെന്ന് ഈ മാടമ്പി സ്വഭാവവും അതുപോലെയൊക്കെ തന്നെ ഈ അഹങ്കാരവും ജാടയും ഉരിയാടി ജാടയും പിന്നെ ഈഗോയും ഒക്കെ ഉള്ള കുറെ എണ്ണം ഉണ്ട്. ഇതൊക്കെ ഈ കാലം മാറി എന്നുള്ളത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ എല്ലാവരും ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും നിരീക്ഷണത്തിലാണ്. എല്ലാത്തരം ക്യാമറകളും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും എത്ര പിന്നെ ന്യായീകരണം പറഞ്ഞാലും ചില സത്യങ്ങളൊക്കെ പുറത്തു വരും. അതൊരു വസ്തുത തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതല്ലെങ്കിൽ പോലും സജിൻ ബാബു പറഞ്ഞ ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാര്യം ഇതുപോലത്തെ കുറെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ നമ്മള് പിന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതും ഇൻസൾട്ടിങ്ങാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ അപമാനിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്, അവഗണിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ട കാലമായി. പുതിയ തലമുറ വന്നു, അവര് നല്ല രീതിയിൽ സിനിമയെ കൊണ്ടുപോകുന്നു. ഇപ്പൊ പഴയ മാനവത്തരത്തിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് സത്യമായിട്ടുള്ള കാര്യം. ഇതില്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന പോലെ. അപ്പൊ ഇതുപോലത്തെ മനസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാനിപ്പം രമേശ് ജിയെ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ എടുക്കരുത്. അദ്ദേഹത്തിനൊരു പിന്നെ പിഴവ് സംഭവിച്ചു, അദ്ദേഹം അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നെ ഈ വിഷയം നമ്മൾ അത്രയും വലിയ സങ്കീർണമാക്കണ്ട എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ അദ്ദേഹം ഗാന്ധിസത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടനയും ഗാന്ധിസത്തിലേക്ക് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം പുതുതായിട്ട് വരുന്നത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ രീതി തന്നെയാണ്. ജനാധിപത്യത്തെയും വിശ്വസിക്കുന്നുണ്ട്. ഭരണഘടന, ഗാന്ധിസം, ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ പിന്നെ മുന്നോട്ട് വരുന്നത് തന്നെ വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച നമുക്ക് കുറച്ചും കൂടി എന്താ സജിൻ പറഞ്ഞ പോലെ, ലേശപൂർവ്വത്തിൽ പറഞ്ഞ പോലെയൊക്കെ കുറച്ച് ആളുകൾക്ക് ഒരു ഐ ഓപ്പണർ ആവട്ടെ. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ. എല്ലാവരെയും നോക്കി ആസിഫലിയുടെ ചിരിയെ പറ്റി വരെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന് എന്ത് പറ്റിയോ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു ചിരിക്കാൻ പറ്റിയില്ല. അത് സംഭവിച്ചു പോയി. അപ്പൊ തീർച്ചയായിട്ടും ഇനി രമേശ് നാരായൺജിയുടെ ഭാഗത്തു നിന്നും അതുപോലുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല ചിരികളുമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല സംഗീതം വരട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ കലാകാരന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഒരു തരത്തിൽ പോലുമുള്ള ധ്രുവീകരണം നമ്മുടെ ഇടയിൽ പാടില്ല. അതില് നമ്മളെല്ലാവരും ശക്തമായി തന്നെ നിൽക്കണം. ഇത്തരം ആളുകളെ, ഇത്തരങ്ങൾ വിഷജന്തുക്കളെ അകറ്റി നിർത്തുക തന്നെ വേണം. ഈ വർഗീയ വിഷം വമിക്കുന്ന വിഷജന്തുക്കളെ നമ്മൾ അകറ്റുക തന്നെ വേണം. എന്ത് ഇതിന്റെ പിന്നെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഏത് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വർഗീയപരമായി ചിന്തിക്കുന്നവന്മാരെയും വർഗീയത കാണിക്കുന്നവരെയും അകറ്റി നിർത്താൻ ഒരു കലാകാരൻ മുന്നിട്ടിറങ്ങണം. എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇന്നത്തെ ഒരു വിഷയത്തോടു കൂടി വളരെ ശുദ്ധീകരിച്ച മനസ്സുമായി രമേശ് ജി അതിനും പിന്നെ മുന്നോട്ട് വരും. അദ്ദേഹം ഇത്തരം വർഗീയവാദികളെ അകറ്റി നിർത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇതിനൊരു വർഗീയ കളർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായും അതൊരു മാറ്റം ഈ ചർച്ചകളിലൂടെ ഉണ്ടാവട്ടെ, ഈ വിഷയത്തിലൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.